students, once again welcome back to my another video. Okay, നമ്മൾ conjunctions ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. കോറിലേറ്റിംഗ് കൺജങ്ഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ പഠിച്ചു, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പൊ നമ്മൾ കോറിലേറ്റിംഗ് കൺജങ്ഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോറിലേറ്റിംഗ് കൺജങ്ഷന്റെ നെയ്തർ, നോൺ, എയ്തർ, ഓർ എന്ന കോറിലേറ്റിംഗ് കൺജങ്ഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കോറിലേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ക്ലിയർ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന് പറഞ്ഞ കോറിലേറ്റിംഗ് കൺജങ്ഷന്റെ അർത്ഥം എന്താ നമുക്ക് നോക്കാം. അത് മാത്രമല്ല ഇതും കൂടി എന്ന അർത്ഥത്തിൽ, അത് മാത്രമല്ല ഇതും കൂടി എന്ന അർത്ഥത്തിലാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ എന്ന കോറിലേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും അത് മനസ്സിലാവാം. അത് മാത്രമല്ല ഇതും കൂടി എന്ന അർത്ഥത്തിലാണ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ യൂസ് ചെയ്യുന്നത്. നോക്കാം, നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് നോട്ട് ഓൺലി ഇന്റലിജന്റ് ബട്ട് ഓൾസോ ഫണ്ണി. ഷീ ഈസ് നോട്ട് ഓൺലി ഇന്റലിജന്റ് ബട്ട് ഓൾസോ ഫണ്ണി. എന്താ അതിന്റെ അർത്ഥം? അവൾ ബുദ്ധിമതി മാത്രമല്ല തമാശക്കാരി കൂടിയാണ്. അവൾ ബുദ്ധിമതി മാത്രമല്ല തമാശക്കാരി കൂടിയാണ്. കണ്ടാ? She is not only intelligent but also funny. Clear? അത് മാത്രമല്ല ഇത് കൂടി എന്ന അർത്ഥത്തിൽ. വേറൊരു എക്സാമ്പിൾ നോക്കിക്കോ. He is not only good husband but also a good father. He is not only a good husband but also a good father. എന്താണ്? അവൻ നല്ല ഹസ്ബൻഡ് മാത്രമല്ല നല്ലൊരു ഫാദർ, അച്ഛൻ കൂടിയാണ്. അവൻ നല്ല ഹസ്ബൻഡ് മാത്രമല്ല നല്ലൊരു അച്ഛനും കൂടിയാണ്. ക്ലിയർ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അത് മാത്രമല്ല ഇത് കൂടി എന്ന അർത്ഥത്തിൽ. സിമ്പിൾ അല്ലേ? ഈ നോട്ട് ഓൺലി ബട്ട് ഓൾസോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ? സിമ്പിൾ അല്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കിക്കോ. ഹൗസ് വാസ് നോട്ട് ഓൺലി ഗുഡ് ബട്ട് ഓൾസോ സേഫ്. ദ ഹൗസ് വാസ് നോട്ട് ഓൺലി ഗുഡ് ബട്ട് ഓൾസോ സേഫ്. ഈ വീട് നല്ല വീട് മാത്രമല്ല വളരെ സേഫ് ആയിട്ടുള്ളത് കൂടിയാണ്. ക്ലിയർ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അത് മാത്രമല്ല ഇത് കൂടി എന്ന അർത്ഥത്തിലാണ് നമ്മൾ കോറിലേറ്റിംഗ് കൺജങ്ഷൻ ആയ നോട്ട് ഓൺലി ബട്ട് ഓൾസോ യൂസ് ചെയ്യുന്നത്. ക്ലിയർ? നമുക്കിപ്പം ഈ കോറിലേറ്റിംഗ് കൺജങ്ഷന്റെ മീനിങ്ങും വിത്ത് എക്സാമ്പിളും നമുക്ക് പഠിക്കാം. അതിന്റെ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയേണ്ടതുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഡീപ്പായിട്ട് പറഞ്ഞാൽ നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ അതിന്റെ അർത്ഥം ദെൻ എക്സാമ്പിൾ മാത്രം പറഞ്ഞ ആ ഒരു എന്താണ് അത് എവിടെയാ യൂസ് ചെയ്യാൻ നമുക്ക് പറയുന്നത്. ഇനി ചില സന്ദർഭത്തിൽ ഇതിന്റെ ഈ ഇങ്ങനെയുള്ള കോറിലേറ്റിംഗ് കൺജങ്ഷൻ ചിലപ്പോൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സ്ഥലമുണ്ടാവും, ചിലപ്പോൾ നടുക്ക് വേർബ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ രണ്ട് വേർബിന് നടുക്ക് യൂസ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കൂടെ അത് നമ്മൾ അതും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടാണ്. ഇപ്പം സിമ്പിൾ ആയിട്ട് അതിന്റെ അർത്ഥവും എക്സാമ്പിളും മാത്രം പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കോറിലേറ്റിംഗ് കൺജങ്ഷൻ എടുക്കാം. ഓക്കെ, നോ സൂണർ ദാൻ. വാട്ട് യു മീൻ ബൈ നോ സൂണർ ദാൻ? എന്താണ് അതിന്റെ അർത്ഥം? ഉടൻ തന്നെ എന്ന അർത്ഥത്തിലാണ് നോ സൂണർ ദാൻ ഉപയോഗിക്കുന്നത്. ഉടൻ തന്നെ എന്ന അർത്ഥത്തിലാണ് നോ സൂണർ ദാൻ ഉപയോഗിക്കാം. നോക്കാം അതിന്റെ എക്സാമ്പിൾ. നോ സൂണർ ഡിഡ് ദ പോലീസ് അറൈവ് ദാൻ ദ തീഫ് റാൻ അവേ. എന്താ പറയുന്നത്? ഉടൻ തന്നെ. ഒരു സെന്റൻസ് ഉടൻ തന്നെ അർത്ഥത്തിൽ ശ്രദ്ധിക്കേ. പോലീസ് എത്തിയ ഉടൻ തന്നെ കള്ളൻ ഓടിക്കളഞ്ഞു. പോലീസ് എത്തിയ ഉടൻ തന്നെ കള്ളൻ ഓടിക്കളഞ്ഞു. ആ ഒരു ടൈം, ആ ഒരു പോലീസ്, ആ രണ്ട് സെന്റൻസുകൾ നമ്മൾ കമ്പൈൻ ചെയ്ത് പറഞ്ഞു. പോലീസ് എത്തിയ ഉടൻ തന്നെ കള്ളൻ ഓടിക്കളഞ്ഞു. രണ്ട് സെന്റൻസ് ആണ് നമ്മൾ യോജിപ്പിച്ചത്. നോ സൂണർ ദാൻ എന്ന കോറിലേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് ആ രണ്ട് സെന്റൻസ് നമ്മൾ ബന്ധിപ്പിച്ചു. നോ സൂണർ ഡിഡ് ദ പോലീസ് അറൈവ് ആൻഡ് ദ തീഫ് റാൻ അവേ. പോലീസ് എത്തി ഉടൻ തന്നെ കള്ളൻ ഓടിക്കളഞ്ഞു. ക്ലിയർ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ നോ സൂണർ ദാന്റെ ഉടൻ തന്നെ എന്ന അർത്ഥത്തിൽ വരുന്നത്. നോ സൂണർ ഹാഡ് ദേ സ്റ്റാർട്ട് ദെയർ വാക്ക് ദാൻ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. എന്താ പറയുന്നത്? അവർ നടത്തം തുടങ്ങി ഉടനെ തന്നെ മഴ പെയ്തു തുടങ്ങി. നോ സൂണർ ദാൻ, ഉടനെ തന്നെ. നെക്സ്റ്റ് കോറിലേറ്റിംഗ് കൺജങ്ഷനിലേക്ക് പോവാം. rather than. എന്താ rather thanന്റെ അർത്ഥം നോക്കാം നമുക്ക്. rather than എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നല്ലത്. rather than അതിനേക്കാൾ നല്ലത് എന്ന അർത്ഥത്തിൽ, അതിനേക്കാൾ നല്ലത് എന്ന അർത്ഥത്തിലാണ് rather than എന്ന കോറിലേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കുക. അതിന്റെയും എക്സാമ്പിൾസ് നോക്കിയാൽ നിങ്ങൾ. He desired to telephone rather than write. He desired to telephone rather than write. എഴുതുന്നതിന് പകരം, എഴുതുന്നതിനേക്കാൾ നല്ലത് അവൻ
ടെലിഫോൺ ഉപയോഗിച്ചു. എഴുതുന്നതിനേക്കാൾ നല്ലതായിട്ട് അവൻ കാണുന്നത് ടെലിഫോൺ ആണ്. എഴുതുന്നതിനേക്കാൾ നല്ലത് ടെലിഫോൺ ആണ്. റാദർ ദാൻ ഹി ഡിസൈഡ് ടു ടെലിഫോൺ റാദർ ദാൻ റൈറ്റ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കി. അതിനേക്കാൾ എന്നർത്ഥം അതിനേക്കാൾ നല്ലതെന്ന അർത്ഥത്തിൽ ഐ ഡ്രിങ്ക് കോഫി റാദർ ദാൻ ടീ. ചായയേക്കാൾ നല്ലത് കാപ്പിയാണ്. അതിനേക്കാൾ കാപ്പിയാണ് കുടിക്കൽ. അതിനേക്കാൾ നല്ല അർത്ഥത്തിൽ. ഹി റീഡ്സ് ബുക്ക് റാദർ ദാൻ വാച്ചസ് ടി വി. ഹി റീഡ്സ് ബുക്ക് റാദർ ദാൻ വാച്ചസ് ടി വി. എന്താ പറയുന്നത്? കാണുന്നതിനേക്കാൾ പുസ്തകം വായിക്കുന്നു. ടി വി കാണുന്നതിനേക്കാൾ നല്ലത് പുസ്തകം വായിക്കും. ടി വി. നമുക്ക് നെക്സ്റ്റ് നോക്കാം. വെദർ ഓർ. നെക്സ്റ്റ് കോറിലേറ്റിംഗ് കൺജങ്ഷൻ ഡിസ്കസ് ചെയ്യാം. വെദർ ഓർ. വെദർ ഓർ എന്താണ്? വെദർ ഓറിന്റെ അർത്ഥം നോക്കാം. അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും. വെദർ ഓർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും. വേറൊരു അർത്ഥം കൂടിയുണ്ട്. അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ. അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും. അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ എന്ന അർത്ഥത്തില് പറയാൻ വെദർ ഓർ ഉപയോഗിക്കും. അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും എന്ന അർത്ഥത്തിൽ. എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഡോണ്ട് നോ വെദർ ഹി വിൽ കം ഓർ നോട്ട്. എന്താ പറയുന്നത്? അവൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സംഭവിക്കുമോ സംഭവിക്കില്ല. ഇങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കുമോ എന്ന അർത്ഥത്തില്. അവൻ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതോ നടക്കോ ഇതോ നടക്കോ. അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ അതില് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ വെദർ ഓർ യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ എന്നുള്ള അർത്ഥത്തിലൊക്കെ. ക്ലിയർ? നോ വെദർ ഷീ വിൽ റെക്കഗ്നൈസ് മീ ഓർ നോട്ട്. എന്താ പറയുന്നത്? അവൾ എന്നെ തിരിച്ചറിയോ ഇല്ലയോ എന്ന് അറിയില്ല. അവൾ എന്നെ തിരിച്ചറിയോ ഇല്ലയോ എന്ന് അറിയില്ല. ഇല്ലയോ ഒരു ഡൗട്ട്ഫുൾനെസ്, ഒരു ഡൗട്ട്ഫുൾ കാണിക്കാൻ വേണ്ടി. തിരിച്ചറിയോ ഇല്ലയോ എന്ന് അറിയില്ല. ആ ഒരു ഡൗട്ട്ഫുൾ കാണിക്കാൻ വേണ്ടി. ക്ലിയർ? അതാണ് വെദർ ഓ എന്ന കോറിലേറ്റിംഗ് കൺജങ്ഷൻ യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്തിട്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? ഹാർഡ്ലി വെൻ, സ്കാർസ്ലി വെൻ. ഹാർഡ്ലി വെൻ, സ്കാർസ്ലി വെൻ. അത് നമുക്ക് രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാം. ഹാർഡ്ലി വെൻ, സ്കാർസ്ലി വെൻ. രണ്ടിന്റെ അർത്ഥം ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഹാർഡ്ലി വെൻ, സ്കാർസ്ലി വെൻ നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. ഹാർഡ്ലി വെൻ, സ്കാർസ്ലി വെൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹാർഡ്ലിന്റെയും സ്കാർസ്ലിന്റെയും കൂടെ വെൻ ആണ് യൂസ് ചെയ്യുക. ദാൻ അല്ല. ഹാർഡ്ലി ദാൻ, സ്കാർസ്ലി ദാൻ ഉപയോഗിക്കില്ല. നമ്മൾ PSC എക്സാമിനും 10th ലെവൽ എക്സാമിനൊക്കെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ദാൻ അവിടെ ഉപയോഗിക്കില്ല. ഇപ്പൊ പറയാൻ കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ദാൻ കൊടുക്കും. പക്ഷെ ദാൻ ഉണ്ടെങ്കിൽ അത് റോങ് ആണ്. ഹാർഡ്ലിന്റെയും സ്കാർസ്ലിന്റെയും കൂടെ വെൻ ആണ് എന്താണ് ഉപയോഗിക്കുക. അത് ആദ്യം ഓർത്ത് വെക്കുക. ദെൻ സെന്റൻസ് നോക്കിയാൽ ഹാർഡ്ലി വെൻ ഉപയോഗിച്ച ഹാർഡ്ലി വെന്നും സ്കാർസ്ലി വെന്നും ഒരുമിച്ച് പഠിക്കാൻ അത് സെയിം, രണ്ടും ഒരേ സന്ദർഭത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ഒരേ മീനിങ്ങുള്ള വരുന്നത് തന്നെയാണ്. ഒരേ സമയം നടക്കുന്ന രണ്ട് പ്രവർത്തികളെ കണക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഹാർഡ്ലി വെന്നും സ്കാർസ്ലി വെന്നും ഉപയോഗിക്കുന്നത്. നിങ്ങൾ എക്സാമ്പിൾ നോക്കിയേ. ഹാർഡ്ലി ഹാഡ് ദ ബോയ് സീൻ പോലീസ്. ദ ബോയ് സീൻ ദ പോലീസ്. ഹി റാൻ അവേ. ഹാർഡ്ലി ഹാഡ് ദ ബോയ് സീൻ ദ പോലീസ് ആൻഡ് ഹി റാൻ അവേ. പോലീസിനെ കണ്ടപ്പോൾ ബോയ് ഓടി. സമയം നടക്കുന്ന രണ്ട് സെന്റൻസുകളെ ഒരുമിച്ചിട്ട് ഒറ്റ സെന്റൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഹാർഡ്ലി വെൻ, സ്കാർസ്ലി വെൻ ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലായ ആ അറ്റ് ദ ടൈം നടക്കുന്ന കാര്യത്തിന് പറയാം. ക്ലിയർ? അതിനാണ് ഹാർഡ്ലി വെന്നും സ്കാർസ്ലി വെന്നും ഉപയോഗിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ സ്കാർസ്ലി വെൻ ഉപയോഗിച്ചിട്ട് സ്കാർസ്ലി ഹാഡ് റീച്ച്ഡ് ദ സ്റ്റേഷൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ്. ആ സ്റ്റേഷനിൽ എത്തിയതും ട്രെയിൻ പുറപ്പെട്ടു. കണ്ട? അറ്റ് ദ ടൈം നടക്കുന്ന രണ്ട് സെന്റൻസുകളെ യോജിപ്പിച്ച് പറയാം. സ്കാർസ്ലിയും ഹാർഡ്ലിയും. ക്ലിയർ? എക്സാമ്പിൾ നിങ്ങളൊന്ന് ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നോക്കിയേ. അന്നേരം നമുക്ക് കൂടുതലായിട്ട് മനസ്സിലായി. റീച്ച്ഡ് ദ സ്റ്റേഷൻ ട്രെയിൻ സ്റ്റാർട്ടഡ്. സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ട്രെയിൻ പുറപ്പെട്ടു. ഞാൻ സ്റ്റേഷനിൽ എത്തി അപ്പോൾ തന്നെ ട്രെയിൻ പുറപ്പെട്ടു. സ്റ്റേഷനിൽ എത്തി അപ്പോൾ തന്നെ ട്രെയിൻ പുറപ്പെട്ടു. എന്താ സെന്റൻസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് സെന്റൻസ് ആക്കി അല്ലെ? രണ്ട് സെന്റൻസിനെയാണ് നമ്മൾ സ്കാർസ്ലി വെൻ ഉപയോഗിച്ചിട്ട് ഒറ്റന്നാക്കി. എന്താക്കിയേ? സ്കാർസ്ലി ഹാഡ് റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ സ്റ്റാർട്ടഡ് when the train started. ക്ലിയർ? അതായത് ഞാൻ സ്റ്റേഷനിൽ എത്തിയതും ട്രെയിൻ പുറപ്പെട്ടു. ക്ലിയർ? അങ്ങനെയുള്ള, അതായത് രണ്ട് അറ്റ് ദ ടൈം നടക്കുന്ന രണ്ട് സെന്റൻസുകളെ യോജിപ്പിക്കാൻ വേണ്ടിയാണ് ഹാർഡ്ലി വെൻ, സ്കാർസ്ലി വെൻ ഉപയോഗിക്കുന്നത്. ക്ലിയർ? ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അതെന്താണ് അതിന്റെ അർത്ഥം? നോട്ട് ഓൺലി ബട്ട് ഓൾസോ പറഞ്ഞാൽ അത് മാത്രമല്ല ഇതും കൂടി എന്നർത്ഥം. അത് മാത്രമല്ല ഇതും കൂടി എന്നർത്ഥം. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഈസ് നോട്ട് ഓൺലി ഇന്റലിജന്റ് ബട്ട് ഓൾസോ ഫണ്ണി. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞ? സൂണർ ദാൻ, ഉടൻ തന്നെ അർത്ഥത്തിൽ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞ? നെക്സ്റ്റ് റേദർ ദാൻ, അതിനേക്കാൾ നല്ലത്. നെക്സ്റ്റോ വെദർ ഓർ, അങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലും. ഒരു ഡൗട്ട്ഫുൾനെസ് കാണിക്കാൻ വേണ്ടി അങ്ങനെയെങ്കിലും ഇങ്ങനെയെങ്കിലും, അങ്ങനെയാണെങ്കിലും ഇങ്ങനെയാണെങ്കിലും, ഡൗട്ട്ഫുൾനെസ് കാണിക്കാൻ വേണ്ടി.
ഹാർഡ്ലി ഈവൻ, സ്കേഴ്സ്ലി ഈവൻ. അതായത് അറ്റ് ദ ടൈം ഒരേ ടൈമിങ്ങിൽ ഒരേ ടൈമിൽ നടക്കുന്ന രണ്ട് സെന്റൻസുകളെ യോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ, അതായത് മീനിങ്സും എക്സാമ്പിളും മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഡീപ്പായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എന്താണ് മീനിങ് വിത്ത് എക്സാമ്പിൾ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത്. അതായത് കോറിലേറ്റിംഗ് കൺജങ്ഷൻസ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത് കുറച്ചെങ്കിലും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്